നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് A1 A2 എക്സെട്ര AN വരെയുള്ള n ആൾക്കാരുടെ GCD എന്ന് പറയുന്നത് n-1 ആൾക്കാരുടെ GCDയും എന്താളിന്റെയും കൂടി GCD എടുക്കണം. ഇവിടെ കിട്ടുന്ന ആൻസർ ഈ GCDയും AN-ന്റെയും കൂടി, അതായത് ആൾക്കാരുണ്ടെങ്കിൽ A1-ന്റെയും A2-ന്റെയും A3-ന്റെയും GCD കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A1-ന്റെയും A2-ന്റെയും GCD അറിയണം, പിന്നെ A3 ഇവരുടെ മൊത്തത്തിൽ GCD ആണ്. അതായത് 4 പേരുണ്ടെങ്കിൽ A1 A2 A3 A4 4 പേരുടെ GCD കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് 3 ആൾക്കാരുടെ GCD നോക്കുക. A1 A2 A3 എന്നിട്ട് A4-മായിട്ടുള്ള GCD നോക്കുക. ഇതാ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ n ആൾക്കാരുടെ GCD-നെ D എന്നും n-1 ആൾക്കാരുടെ GCD-നെ D' എന്നും എടുത്തു. അപ്പോൾ D' റൈറ്റ് സൈഡ് കാണുന്ന എന്താണ്? ഇത് D', ഇത് A ആണ്. അപ്പോൾ D' A-നും തമ്മിലുള്ള GCD D ഡബിൾ ഡാഷ് എന്ന് നമ്മൾ എടുത്തു. 3 കാര്യങ്ങൾ നമ്മൾ എടുത്തു: D, D', D ഡബിൾ ഡാഷ്. ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇതല്ലേ D, D is equal to ഇതല്ലേ D ഡാഷ് മൊത്തത്തില്, അല്ലെ D ഡബിൾ ഡാഷ്. അപ്പൊ D is equal to D ഡബിൾ ഡാഷ് എന്നാ പ്രൂവ് ചെയ്യണം അല്ലെ? ടു പ്രൂവ് D is equal to D ഡബിൾ ഡാഷ്. ഇതൊക്കെ നമ്പേഴ്സ് അല്ലേ, പോസിറ്റീവ് ഇന്റീജേഴ്സ് അല്ലേ? രണ്ട് നമ്പേഴ്സ് എങ്ങനെ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം? ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മറ്റേത്, മറ്റേത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റ് അല്ലേ? A ഈക്വൽ ടു B പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്താൽ മതി? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു Bയും B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A, രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ D ഈക്വൽ ടു D ഡാഷ് എന്ന് പ്രൂവ്, D ഡബിൾ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യാൻ D ലെസ് ദാൻ ഓർ ഈക്വൽ ടു D ഡബിൾ ഡാഷ് എന്നും D ഡബിൾ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D എന്നും പ്രൂവ് ചെയ്യണം. അപ്പോ ആദ്യം D ലെസ് ദാൻ ഓർ ഈക്വൽ ടു D ഡബിൾ ഡാഷ് എന്ന് എടുക്കാം, പ്രൂവ് ചെയ്യാം. So since D is equal to GCD of, അങ്ങനെ തന്നെ വായിക്കണം, ബ്രാക്കറ്റ് ഓഫ് എന്ന് വായിക്കല്ല, A1 A2 എക്സെട്ര AN, GCD of A1 A2 A3 എക്സെട്ര AN. D is equal to GCD of ഈ n ആൾക്കാരുടെ GCD ആണ്. അങ്ങനെയാണെങ്കിലേ D ന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? അപ്പൊ രണ്ടാളിന്റെ GCD D is equal to GCD of A and B എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം? അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് D ഡിവൈഡ്സ് A ആണ്, D ഡിവൈഡ്സ് B ആണ്. രണ്ട് എന്താ? മറ്റൊരാള് if there exists a integer E divides A and E divides B, then E എന്താവണം? മറ്റൊരു കോമൺ ഡിവൈസർ ഉണ്ടെങ്കിൽ ആ കോമൺ ഡിവൈസർ ആരെക്കാളും ഡിനെക്കാളും ചെറുതാവണം. E ലെസ് ദാൻ ഓർ ഈക്വൽ D ആവണം. അല്ലെങ്കിൽ E ലെസ് ദാൻ ഓർ ഈക്വൽ D അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? E ഡിവൈഡ്സ് D എന്നും പറയും അല്ലെ? D ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് E എന്നല്ലേ? അപ്പൊ D അല്ലേ E-നെക്കാളും വലുതാവുള്ളൂ. D ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് E എന്ന് പറയുമ്പോൾ അല്ലെ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വേണം. അപ്പൊ നോക്കിയേ, ഇവിടെ രണ്ടാളുടെ GCD-യുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ മനസ്സിലുള്ളത്. ഇതിപ്പോ ഇത്രയും n ആൾക്കാരല്ലേ? n ആൾക്കാരുണ്ട്. അപ്പൊ എന്തൊക്കെ സംഭവിക്കും? D ഡിവൈഡ്സ് A1 അല്ലെ, D ഡിവൈഡ്സ് A2 എക്സെട്ര D ഡിവൈഡ്സ് AN. വേണമെങ്കിൽ D ഡിവൈഡ്സ് AI, I is equal to 1 2 3 എക്സെട്ര എന്ന് എഴുതിയാലും മതി. ഇനി also D dash is the GCD of A1 A2 എക്സെട്ര AN-1 വരെ ഉള്ളൂ അല്ലെ? ശ്രദ്ധിക്കണം, ഇവിടെയാണെങ്കിൽ ആക്ച്വലി ഇതെല്ലാം ഉണ്ട് അല്ലെ? D ഡിവൈഡ്സ് AN-1ഉം AN ഒക്കെ ഉണ്ട്. ഇവിടെ AN-1 വരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ D ഡാഷ് വരെയൊക്കെ ഡിവൈഡ് ചെയ്യുമല്ലോ അല്ലെ? D ഡാഷ് ഡിവൈഡ്സ് A, D ഡാഷ് ഡിവൈഡ്സ് A1 A2 എക്സെട്ര D ഡാഷ് ഡിവൈഡ്സ്
an മൈനസ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും നോക്ക്, a1 is a multiple of d അല്ലേ, ഇവിടെ a1 is a multiple of d dash. അപ്പോ a1 is a multiple of d, ഇവിടെ a1 is a multiple of d dash. അപ്പോ ഇവിടെ എന്ത് പറയാം, സോ d divides d dash അല്ലേ, d divides d dash ആണ്. ആൻഡ് ഇനി d divides an ഉണ്ടല്ലോ, ലാസ്റ്റ് കിടന്ന an. അപ്പോ d divides d dash ആണ്, d divides an ആണ്. അപ്പോ d divides എന്താ, രണ്ടുപേരെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ അവരെ GCD ഡിവൈഡ് ചെയ്യും, d dash കോമ an. d divides GCD of d dash കോമ an. അപ്പോ d divides GCD of d dash കോമ an, d dash കോമ an ന്റെ d dash കോമ an ന്റെ GCD ൽ d ഡബിൾ ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോ d divides d ഡബിൾ ഡാഷ്, d divides d ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d ഡബിൾ ഡാഷ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് d എന്നാണ് അല്ലേ, d ഡബിൾ ഡാഷ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് d എന്നാണ്. അപ്പൊ ആര് വലുത് ആര് ചെറുതായിരിക്കും, ആര് വലുതായിരിക്കും, ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണം, d ഡബിൾ ഡാഷ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് d എന്ന് പറയുമ്പോൾ d ലെസ് ദാൻ ഓർ ഈക്വൽ ടു d ഡബിൾ ഡാഷ്. ഇക്വേഷൻ 1. അടുത്ത് തിരിച്ചു പറയാൻ തിരിച്ച് d ഡബിൾ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d എന്ന് പറയണമല്ലോ. അപ്പോ സിൻസ് d ഡബിൾ ഡാഷ് എന്താ, GCD ഓഫ് d ഡാഷ് കോമ an ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഡെഫിനിഷൻ വെച്ച് പറയാൻ എന്താ പറയും, d ഡബിൾ ഡാഷ് ഡിവൈഡ്സ് d ഡാഷ് ആണ്. ആൻഡ് ഡെഫിനിഷൻ GCD യുടെ ഡെഫിനിഷൻ d ഡബിൾ ഡാഷ് ഡിവൈഡ്സ് an ആണ്. ഈ d ഡബിൾ ഡാഷ് ഡിവൈഡ്സ് d ഡാഷ് ആവുമ്പോഴേ, d ഡബിൾ ഡാഷ് ഡിവൈഡ്സ് d ഡാഷ് ആവുമ്പോൾ d ഡാഷ് GCD ഓഫ് അല്ലേ, ദാറ്റ് ഇംപ്ലൈസ് d ഡബിൾ ഡാഷ് ഡിവൈഡ്സ് d ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാണ്, GCD ഓഫ് a1 a2 എക്സെട്ര an മൈനസ് 1 അല്ലേ. ഇവിടെ ആൻഡ് d ഡബിൾ ഡാഷ് divides an. Oh, d double dash divides GCD of a1 a2 etc. an minus 1 ആവുമ്പോൾ actually d double dash divides GCD എന്നല്ലേ, GCD of a1 etc. നമുക്കറിയാലോ d divides GCD of a, b എങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ d വന്ന് കൺഫ്യൂഷൻ ആവുന്നില്ല, മാറ്റാം. So m divides GCD of a, b എങ്കിൽ m divides GCD of a, b എങ്കിൽ m divides a യുമാണ് m divides b യുമാണ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ d double dash divides GCD of a1 a2 etc. an minus 1 ആണെങ്കിൽ d double dash divides a1, d double dash divides a2 etc. d double dash divides an minus 1. ഇനി ഇതാ ഈ d double dash divides an എന്നുള്ളത് ഇവിടെ ഇറക്കി വെച്ചിരിക്കുക, അതിനെ വീണ്ടും ഇവിടെ ഇറക്കി വെക്കുക, എന്താ ആൻഡ് d double dash divides an. അപ്പോ d double dash എല്ലാവരും ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ d double dash divides
So d double dash divides GCD of A1, A2, etc. an minus 1 പിന്നെ an കൂടി അവിടെ ഉണ്ട്. അപ്പോൾ d double dash divides GCD of ഇത് നമ്മൾ d എന്നല്ലേ വിളിച്ച GCD of A1, A2, etc. an. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? d is a multiple of d double dash. d is a multiple of d double dash ആണെങ്കിൽ ആര് വലുതാണ്? d വലുതാണ്. d double dash less than or equal to d. ഇവിടെ d less than or equal to d double dash, ഇവിടെ d double dash less than or equal to d. ഇക്വേഷൻ 1 ഉം 2 യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? എന്താ വരിക? d less than or equal to d double dash ഉം d double dash less than or equal to d കൂടി ആകുമ്പോൾ d is equal to d double dash അല്ലേ? d therefore d എന്ന് വെച്ചാൽ ആരാണ്? GCD of A1, A2, etc. an. d double dash എന്ന് വെച്ചാൽ എന്താണ്? GCD of എന്താ? A1, A2, etc. an minus 1, comma an. ഇതിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണേ. നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കിയത്രേ ഉള്ളൂ. നിങ്ങളൊരു 10 നമ്പേഴ്സ് 5 നമ്പേഴ്സിന്റെ GCD കാണണമെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 2 നമ്പേഴ്സിന്റെ GCD എടുക്കുക അല്ലേ? അടുത്ത് ഫസ്റ്റ് 3ന്റെ GCD ആക്കാം. അതെങ്ങനെ? GCD of k, a3 ആണ്. അതൊരു k ഡാഷ് എന്ന് കൊടുത്താൽ അടുത്ത് 4 പേരുടെ GCD ആക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക? k ഡാഷ് a4. അതിനെ k ഡബിൾ ഡാഷ് എന്ന് കൊടുത്താൽ അടുത്ത 5 പേരാവുമ്പോൾ k ഡബിൾ ഡാഷ് അല്ലെ? ചെറിയ ആൾക്കാരുടെ k ഡബിൾ ഡാഷ് എന്ന് പഠിക്കുന്നത് a5. ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണോ അത് നോക്കുക. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ അല്ലേ? ഇതല്ലേ? ആണ് ഈ തിയറം പറയാൻ. യൂസിങ് recursion, evaluate the GCD of 18, 30, 60, 75, 132. ഫസ്റ്റ് എന്ത് ചെയ്യുക? ആരുടെ GCD കാണുക? ആദ്യത്തെ 2 ആൾക്കാരുടെ GCD കാണുക. വാട്ട് ഈസ് 18, 30യുടെ GCD? 18ന്റെ ഡിവൈസേഴ്സ് ആരൊക്കെ? 1, 2, 3, 6, 9, 18 അല്ലെ? 13 ഡിവൈസേഴ്സ് ഓഫ് 1, 2, 3, 5, 6. അടുത്താരും വരും? 10 അല്ലേ? 10, 15, 30. ഇതിൽ കോമൺ ആരൊക്കെയാ? കോമൺ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. വലുത് 6. കോമൺ 1, 2, 3, 6 ആണ്. വലുതാരാ? 6 ആണ്. അപ്പൊ GCD 6 വരും. അടുത്ത് GCD of 18, 30, 60. ആ GCD കാണാൻ വേണ്ടി നിങ്ങൾ മൊത്തത്തിൽ നോക്കണ്ട. ഇതിന് രണ്ടിന്റെയും GCD താഴെയിട്ടുണ്ട് 6 പിന്നെ 60. 6ന്റെയും 16ന്റെയും GCD എത്ര? 6ന്റെ ആരൊക്കെ ഉള്ളൂ? 1, 2, 3, 4, 3, 1, 2, 3, 6 അല്ലെ? 6ന്റെ ഏറ്റവും വലിയ ഡിവൈസർ 16. 16ഉം 6 ഡിവൈസർ ആണ്. പിന്നെ അതിനേക്കാളും വലുത് പിന്നെ കോമൺ ആയിട്ടില്ലല്ലോ. അപ്പൊ 6 ആയി. അടുത്ത് 18, 30, 60, 75.
ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരാളുടെയൊക്കെ 6 ഉം 75 കൂടി നോക്കിയാൽ 6-ൻ്റെത് ആരൊക്കെയാ? അത് ഒന്നുമില്ല. 1 2 3 6. 75-ൻ്റെയോ? 75-ൻ്റെ നല്ല പണിയുണ്ട്. അത് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് മെനക്കെട്ട് ചെയ്യണം. ഇപ്പോ 1 അല്ലേ, 2 ഇല്ല, 3 ഉണ്ട്. 3 ഉണ്ട്. നമുക്ക് 6 വരെ നോക്കിയാൽ മതി, പിന്നെ നോക്കണ്ട. അടുത്തോ 1 3 5 6 ഉണ്ടോ? 6 ഉണ്ടോ? 1 3 5 6 ഇല്ല അല്ലേ? വൺ 3 5 അങ്ങനെ പോകും അല്ലേ? കോമൺ ആയിട്ട് ആരൊക്കെയേ ഉള്ളൂ? കോമൺ ആയിട്ട് പറഞ്ഞാൽ 1 ഉം 3 മാത്രമേ. കോമൺ ഡിവൈസേഴ്സ് 1 ഉം 3 മാത്രമേ. അപ്പോൾ GCD 3 ആയിരിക്കും. ഇനി 18 30 60 75 132. അപ്പോൾ ആരെ കൊടുക്കുക? 3 കൂടി കൊടുക്കും അല്ലേ? 3 ഡിവൈസേഴ്സ് 1 ഉം 3 മാത്രമേ ഉള്ളൂ. 132 ഡിവൈസേഴ്സ് ആര് വരും? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ടോ? 3 ഉണ്ടല്ലേ? ലാർജസ്റ്റ് ആരാ? 3 ആണ്. ഗോളറി if the positive integers a1 a2 a3 etc an are pairwise relatively prime, then GCD of a1 a2 etc an is equal to 1. a1 a2 etc an എല്ലാം pairwise relatively prime. pairwise relatively prime ന്റെ മീനിങ് എന്താണ്? a1 ഉം a2 relatively prime ആണ്, a1 ഉം a3 ഉം relatively prime ആണ്, a1 ഉം a4 ഉം relatively prime ആണ്, etc. a1 ഉം an ഉം relatively prime. അടുത്ത് a2 ഉം a3 ഉം relatively prime ആണ്, a2 ഉം a4 ഉം relatively prime ആണ്, etc. a2 ഉം an ഉം relatively prime ആണ്. അടുത്ത് a3 ഉം a4 ഉം relatively prime ആണ്, a3 ഉം a5 ഉം relatively prime ആണ്, etc. a5 ഉം an ഉം relatively prime, etc. ലാസ്റ്റ് ഏത് വരും? an - 1, an relatively prime. അപ്പോൾ ഏത് രണ്ട് ആൾക്കാർ എടുത്താലും അവർ relatively prime. അതാണ് pairwise relatively prime ഉദ്ദേശിക്കുന്നത്.
കുറെ ആൾക്കാർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അവയുടെ GCD 1 ആയിരിക്കും. പിന്നെ വേറൊരു വിഷയം, കുറെ ആൾക്കാരുടെ GCD 1 ആണെന്ന് വെച്ചിട്ട് അത് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ഒന്നും ആവൂല അല്ലേ? കോൺവേഴ്സ് ശരിയല്ല അല്ലെ? കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് നീഡ് നോട്ട് ബി ട്രൂ. രണ്ടുപേരാണെങ്കിൽ ഓക്കെ അല്ലേ? For example, a GCD of 6, 15, 49 എന്താ നമുക്കറിയാം. 6ന്റെയും 15ന്റെയും GCD എത്ര? 3 ആണല്ലേ? ഇനി 3ന്റെയും 49ന്റെയും GCD അത് 1 ആണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ GCD 1 ആണ്. പക്ഷെ നോക്കി, പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം അല്ല. 6ഉം 15ഉം ഈക്വൽ ടു നോട്ട് GCD 3 ആണ്, 1 അല്ലല്ലോ. So 6 and 15 are not relatively prime. നമ്മുടെ ഈ സെക്ഷനിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ടിരിക്കേണ്ടത് എങ്ങനെയാണ്? എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? There exist integers alpha and beta such that we can write A alpha plus B beta is equal to D എന്ന് എഴുതാം. പക്ഷെ തിരിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചെഴുതാൻ പറ്റൂല. അതേസമയം എയുടെയും ബിയുടെയും GCD 1 ആണെങ്കിൽ A alpha plus B beta is equal to 1 ആണ്. അത് തിരിച്ചും പറയാം. 1ന്റെ കേസിൽ തിരിച്ചും പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മുടെ യൂക്ലിഡിയൻ അൽഗോരിതം പറഞ്ഞു. എന്തിനാണ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തത്? യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ച് 2 ആൾക്കാരുടെ GCD കണ്ടുപിടിക്കാം. അപ്പൊ ആ തിയറം രണ്ടാൾക്കാരുടെ GCD-നെ, അതായത് എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? There exist integers R and S such that AR plus BS is equal to 1. ആറോ എസോ ആൽഫയോ ബീറ്റയോ എക്സോ എന്തായിക്കോട്ടെ, R വേഴ്സസ് ഇന്റിജേഴ്സ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ there exist integers R and S such that AR plus BS is equal to 1. അല്ല, D, AR plus BS is equal to D. D ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ബർസൗട്ട്സ് ഐഡന്റിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തായിക്കോട്ടെ. അപ്പൊ ഇവിടത്തെ ഇങ്ങനെ 2 ആൾക്കാരുടെ GCD കണ്ടുപിടിച്ചിട്ട് ഈ ആറും എസും കൂടി കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ 5x plus 6y ഇതിന്റെ മീനിങ് എന്താ? ഇതിനെ നമ്മൾ എന്താ പറയുക? ലീനിയർ കോമ്പിനേഷൻ ഓഫ് 5 and 6 എന്നാണ് അല്ലെ? അതുപോലെ 5a plus 7b ഇതും ലീനിയർ കോമ്പിനേഷൻ ഓഫ് 5 and 7 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ തിയറം എന്താണ്? എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ D can be written as the linear combination of A and B. അല്ലെ? D is the linear combination of A and B. എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ D is the linear combination of A and B.
എൻ്റെയും ബിൻ്റെയും ജി സി ഡി ഡി ആണെങ്കിൽ ഡി ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. ഓക്കെ. Using Euclidean algorithm, using the Euclidean algorithm, express, find the GCD of 4076 and 1024 and express this GCD as a linear combination of 4076 and 1024. അപ്പോൾ ആദ്യം യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് 4076ന്റെയും 1024ന്റെയും GCD കാണണം. നമ്മൾ എങ്ങനെ കാണുന്ന പതിവ്? വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? യൂക്ലിഡിയൻ അൽഗോരിതം പറയണേ അല്ലേ? ശരിയാണോ? അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 3 into 4 2 7 0 3 അല്ലേ? അപ്പോ ഇവിടെ എന്താ റിമൈൻഡർ എന്തോരും? 4 അല്ലേ? 0 0 1. അപ്പോൾ നമ്മുടെ 4076 can be written as by Euclid's theorem, by Euclidean by division algorithm. 4076 is equal to 3 into 1024 plus remainder are 1004. Next എന്ത് ചെയ്യണം? ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1024നെ 1004 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ, വളരെ വ്യക്തമാണ്. റിമൈൻഡർ എത്ര? 20 വരും. അപ്പോൾ again by division theorem we can write 1024 is equal to 1 into 1004 plus remainder 20. അടുത്തെന്ത് ചെയ്യാം? 1004നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ശരിയല്ലേ? അപ്പോ എന്താവും? 50 ആവുമ്പോൾ റിമൈൻഡർ 4. അപ്പോൾ 1004 is equal to 50 into 20 plus 4. അടുത്ത് 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20 is equal to 4 into 5 plus 0. അപ്പോൾ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആര്? ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 4 അല്ലേ? അപ്പോൾ GCD എന്നാല് GCD is the last non zero remainder in the Euclidean algorithm അല്ലേ? Therefore GCD of 4076, 1024 is equal to 4. Last non-zero remainder is the GCD. ആണല്ലേ പറയാം? ഇനി നോക്കിയേ, നമുക്ക് ഈ GCDനെ എന്തായിട്ട് 4076ന്റെയും 1024ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് 4നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമ്പർ 3 becomes 4 is equal to 1004 minus 50 into 20.
1004 minus 50 into 20. അടുത്ത നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 2 20 എങ്ങനെ എഴുതാം? 1024 മൈനസ് 1004 അല്ലേ? 20 is equal to ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ? അപ്പോൾ 20 is equal to 1024. 20 is equal to 4 is equal to 1004 minus 50 into 20ക്ക് പകരം നമ്മൾ എന്തെഴുതും? 20ക്ക് പകരം എന്തെഴുതും? 1024 minus 1004 അല്ലേ? 1024 minus 1004 into 1 അല്ലേ? ഇനി 4 is equal to 1004 ഈ 50 കൊണ്ട് ബ്രാക്കറ്റ് മാറ്റുമ്പോഴോ 1024 50 into 1024 ഈ 50 ഇവിടെ പോയാലോ മൈനസും പ്ലസ് അല്ലേ? 50 into 1004 അപ്പോൾ നോക്കിയേ 4 is equal to ഇവിടെ ഒരു 1004 ഇവിടെ 50,004 അപ്പോൾ എത്രയാവും? 50യും 1ഉം 51,004 മൈനസ് 50,024 ഇവിടെ യൂസിങ് 2 വെച്ചാൽ എഴുതി അല്ലെ? ഈ റെഡ് 2 വെച്ചിട്ടാണ് എഴുതി. ഇനി നോക്കണേ ഇവിടെ നിന്ന് ഈ 1004ന് പകരം 4076 ഇതിനെ കൊണ്ട് പോയാൽ മതിയല്ലോ. 4076 മൈനസ് 3 times 1024 എന്ന് എഴുതാമല്ലോ. അപ്പോ 4 is equal to 51 into 1004 minus 50 into ഈ 1024ന് പകരം 4076 മൈനസ് 3 times 1024 അല്ലേ? തെറ്റുപറ്റി പോയി. ഇവിടെ 1004ഉം 50,004ഉം കൂടി 51,004 ലാസ്റ്റ് സ്റ്റെപ്പിൽ 1004 ചേഞ്ച് ചെയ്യേണ്ടത്. 1004 ചേഞ്ച് ചെയ്യേണ്ടത്. 51,004 is equal to 4076 minus 3 times 1024. 4076 minus 3 times 1024 minus 50 into 1024 using equation 1. അപ്പോൾ എന്താവും? 4 is equal to 51 ബ്രാക്കറ്റിന്റെ അകത്ത് പോയാലോ 51 times 4076 ഈ 51ഉം ഈ 3യും കൂടി എന്താ വരിക? 153,024 minus 50,024. അപ്പോൾ 4 is equal to 51 times 4076 ഇവിടെ മൈനസ് 50 മൈനസ് ഇവിടെ എന്താ മൈനസ് 153,024 മൈനസ് 50,024 അപ്പോ മൈനസ് 203,024
So 4 is equal to 51 into 4076 plus minus 203 into 1024. Okay, ഇതെന്താണ്ട് ലാസ്റ്റ് എഴുതിക്കുന്നല്ലേ? This is a linear combination of 4076 and 1024 അല്ലേ? GCD എന്തായിരുന്നു? GCD 4 ആയിരുന്നു. നോക്കണേ, 4 is the linear combination of 4076 and 1024. So that is of the form GCD 4 is equal to 51 4076 അല്ലേ? 4076 alpha plus 1024 beta. ശരിയല്ലേ? Where alpha എത്രയാണ്? Alpha 51, beta minus 203. ശരിയാണോ? So GCD is the linear combination of 4076 and 1024. ഏത് രണ്ട് നമ്പേഴ്സിന് നമ്മൾ പറഞ്ഞ തീരം ശരി, നമ്മൾ നേരത്തെ പറഞ്ഞ തീരം ശരിയാണെന്ന് ബോധ്യമായില്ലേ? ഏത് രണ്ട് നമ്പേഴ്സിന്റെ GCD D എന്നെടുത്താലും ഡിനെ എയുടെയും ബിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ GCD D ആവണമെന്നൊന്നുമില്ല, തിരിച്ചു വരില്ല, ഒരു സൈഡ് വരും. അതിന്റെ GCD and the GCD of 2024 and 1024 and express this GCD as the linear combination and express this GCD as the linear combination of 2024 and 1024. കഴിഞ്ഞ ദിവസത്തിനെ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാം? 2024നെ 1024 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1024 1000 വരും. അപ്പോൾ 2024 is equal to എന്താ? 1024 into 1 plus 1000. ഇനി എന്ത് ചെയ്യാം? ഈ 1024നെ 1000 ഡിവൈഡ് ചെയ്യാം. 1024 by 1024 by 24. വീണ്ടും ഡിവിഷൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? 1024 is equal to 1000 into 1 plus 24. അടുത്ത് എന്ത് ചെയ്യണം? 1000നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. $25 ആണെങ്കിൽ എത്ര ആയേനെ? 40 ആയേനെ അല്ലേ? ഇവിടെ 24 ആകുമ്പോൾ എത്ര വരിക? 24 into 4 അല്ലേ? 24 into 5 24 into 41 എത്രയാ? 4
അങ്ങനെ പോണ്ട. 424 96 അല്ലേ? 96ഉം പിന്നെ എത്ര? 96 പോയാൽ ബാക്കി എത്രയുണ്ട്? 40 ഉണ്ട്. 40 ആകുമ്പോൾ 1 അല്ലേ? 24 41 4 2 4 984 അല്ലേ? ഇവിടെ 16 വരും. അപ്പോ 1000 is equal to 24 into 41 plus 16. അടുത്ത് 24നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 is equal to 16 into 1 plus 8. അടുത്ത് 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 16 is equal to 8 into 2 plus 0. അപ്പോൾ GCD ആര് വരും? GCD ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 8 വരും അല്ലേ? So GCD is the last non-zero. GCD of 2024, 1024 is equal to 8. ശരിയാണല്ലോ അല്ലേ? ഇവിടെ ഇക്വേഷൻ 1 2 3 4 8നെ എങ്ങനെ എഴുതാം? ഇക്വേഷൻ 4 യൂസിങ് 4ൽ നിന്ന് നോക്കിയേ 8 is equal to 24 minus 16 എന്ന് എഴുതാമല്ലോ. 24 minus 16 ഇക്വേഷൻ നമ്പർ 4. ഇനി ഈ 16 നോക്കിയേ, 16 പകരം 1000 minus 24 41 എന്ന് എഴുതാമല്ലോ അല്ലെ? 1000 minus 16 പകരമാണ് 16 പകരം 1000 minus 24 into 41. So 8 is equal to 24 minus 1000 plus 24 into 41. So 8 is equal to 16 വരാൻ 1000 minus 24 into 41 എന്നാണ് കൊടുത്തത് അല്ലേ? 1000 minus 24 into 41. We are using 3 ആണ്. ആണല്ലേ? നോക്കിയേ, ഈ 24 ഇവിടെ 24 വരണം, ഇവിടെ 41. അപ്പൊ 24നെ 42 മൈനസ് 1000. ഇനി 24 നിന്ന് കൊടുക്കാം ഇക്വേഷൻ 2 ഉപയോഗിച്ചിട്ട്. 8 is equal to 24ന് പകരം കൊടുക്കാം 24ന് പകരം 1024 minus 1000. Equation 1024 minus 1000 using 2.
അപ്പോൾ 1024 into 42 minus 1000 into 42 minus 1000. So 8 is equal to 1024 into 42 minus 1000 into 43 minus 43 ആവും അല്ലേ? ഇനി 1000ന് പകരം 2024 മൈനസ് 1024. 1000ന് പകരം 1000ന് പകരം എന്ത് കൊടുക്കാം? 2024 minus 1024 using 1. So 8 is equal to 1024 into 42. 1024 into 42 minus ഇവിടെ ബ്രാക്കറ്റ് മാറ്റിയാൽ 2024 43 2024 43 ഇവിടെ മൈനസ് മൈനസ് പ്ലസ് 1024 43. അപ്പോൾ 8 is equal to ഇവിടെ നോക്കാം 1024 into 42 plus 43 അല്ലേ? രണ്ടും 1024 കോമൺ എടുക്കുമ്പോൾ ഈ ടൈമും 1024 കോമൺ എടുക്കുമ്പോൾ അത്രയേ ഉള്ളൂ. മൈനസ് 2024 into 43. So 8 is equal to 1024 into 85 plus 2024 into minus 43. So 8 can be written as 1024 alpha plus 2024 beta in the formula. 8 is the linear combination of 1024 and 2024. Where alpha 85, beta minus 43.